ഇപ്പോൾ 5 വയസ്സിൽ ഇട്ടിരുന്ന ഉടുപ്പ് 50-ആം വയസ്സിൽ നമ്മൾ കൊണ്ട് നടക്കുന്നില്ലല്ലോ. അതൊരു പ്രത്യേക സമയം കഴിഞ്ഞു, അത് ഉപയോഗിച്ചിരുന്ന കാലം കഴിഞ്ഞു, ഇനി അത് ഉപയോഗശൂന്യമാണ് എന്നുള്ളതുകൊണ്ട് നമ്മളത് കളഞ്ഞു. പക്ഷെ 5 വയസ്സിലുണ്ടായൊരു മനസ്സിലുണ്ടായൊരു മുറിവ് അത് ചിലപ്പോൾ 50-ആം വയസ്സിലും 80-ആം വയസ്സിലും നമ്മൾ കൊണ്ടു നടക്കും. അത് ഗുണമില്ല എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് നമ്മളൊരു എഫേർട്ട് എടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം. അതൊരു തമാശക്കഥയായിട്ട് ഇന്ന് മാറി. വർഷം എത്രയോ കഴിഞ്ഞു, ഇതൊന്നും ലൈഫിൽ ഇനി യാതൊരു തരത്തിലും നമ്മളെ ബാധിക്കുന്നതേയല്ല എന്നുള്ളതൊന്ന് മനസ്സുകൊണ്ട് കൃത്യമായി ചിന്തിച്ച് ബോധ്യപ്പെട്ട് അന്നത്തെ ആ ഒരു പ്രത്യേക മുറിവിനെ, അന്നുണ്ടായ മുറിവിനെ നോക്കി ഒരു തമാശയായിട്ട് കാണുക, അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു അനുഭവം, അന്നുണ്ടായ ഒരു സംഭവം എന്ന തരത്തിൽ മാത്രം, അതിന് പ്രത്യേകിച്ച് ഒരു ഇമോഷനൊന്നും കൊടുക്കാതെ നോക്കി കാണാനായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അല്ലെങ്കിൽ അതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് അവിടെ സംഭവിക്കേണ്ട പ്രവൃത്തി തന്നെ ആയിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കണം. അത് ഇന്നത്തെ ബുദ്ധി കൊണ്ട് മാത്രമല്ല, അന്നത്തെ ബുദ്ധി കൊണ്ടും, 5 വയസ്സുകാരിയുടെ ബുദ്ധി കൊണ്ടും അല്ല 5 വയസ്സുകാരൻ്റെ ബുദ്ധി കൊണ്ടും നമ്മൾ ചിന്തിക്കണം. ഈ ഒരു പ്രത്യേക സംഭവം അന്നുണ്ടായിട്ടുള്ളത്, അന്നത്തെ പിരിമുറുക്കങ്ങളൊക്കെ ഓർത്തെടുത്ത് അതിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ നമ്മൾ കണ്ടെത്തി. അന്ന് സൗന്ദര്യമായിരിക്കില്ല, അന്ന് ദുഃഖമായിരിക്കാം, വേദനയായിരിക്കാം. പക്ഷെ അതിനൊക്കെ നമ്മളൊരിത്തിരി കൂടി വിശാലമായിട്ടുള്ളൊരു കണ്ടുകൊണ്ട് നോക്കുകയാണ്. കാരണം കാലം കുറേ പോയിരിക്കുന്നു. അന്നത്തെ ആ മുറിവ് കൊണ്ട് ഒരു പക്ഷെ നമുക്ക് വേറെ കൂടിയ കരുത്തുകൾ ഒരുപാട് വന്നു ചേർന്നിട്ടുണ്ടാവാം. എത്ര കരുത്ത് വന്നു ചേർന്നിട്ടുണ്ടെങ്കിലും മുറിവിനെ നമ്മൾ മുറിവ് എന്ന് തന്നെ അറിയുള്ളൂ. അത് വേദന ഉണ്ടാക്കിയത് തന്നെയാണ്. യഥാർത്ഥത്തിൽ വേദനയല്ലായിരുന്നു. വേദന അവിടെ നൈമിഷികമായിട്ട് വേദന ഉണ്ടായെന്നുള്ളത് സത്യം. ഇപ്പം ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ള ഉദാഹരണം ഇതാണ്, പ്രസവ വേദനയാണ്. പ്രസവ വേദന ഒരു വേദനയല്ലേ, പക്ഷേ ആ വേദന കുറച്ച് സമയത്തേക്ക് നിലനിൽക്കുന്നതാണ്. പക്ഷെ ആ വേദന നമ്മൾ എടുക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തിയാൽ നമുക്ക് നല്ലൊരു സന്തോഷം, കുറേ അധികം കാലം നീണ്ടു നിൽക്കുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ എല്ലാ കാലത്തും നീണ്ടു നിൽക്കുന്ന ഒരു സന്തോഷം നമുക്ക് ലഭിക്കുന്നു. ഇതേപടി ഓരോ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഭാവിയിൽ എന്തോ ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് വേദനിക്കുന്ന സമയത്ത് അറിയില്ലല്ലോ. വേദനിക്കുന്ന സമയത്ത് അത് വേദന തന്നെ. പക്ഷെ വേദനയൊക്കെ കഴിഞ്ഞ് കാലങ്ങൾ നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ളൊരു സത്യം തിരിച്ചറിയുകയും വീണ്ടും അന്നത്തെ ആ വേദന ഇനി എന്തിനാണ് ഞാനത് മനസ്സിൽ വേദനയായിട്ട് കൊണ്ടു നടക്കുന്നത്, അതിനൊരു സംഭവമായിട്ട് കണ്ടാൽ പോരെ. കാരണം അതുകൊണ്ട് അതും ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ടുള്ളതല്ലേ. ഇപ്പോൾ നമ്മളിങ്ങനെ റോസാ ചെടിയെക്കുറിച്ച് പറയൂലേ, റോസ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു പുഷ്പമായിട്ട് നമ്മൾ പറയുന്നു. അത്രയും സൗന്ദര്യം, അത്രയും അതിൻ്റെ നിറം, അതിൻ്റെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളത്, അതിൻ്റെ സുഗന്ധം, ഒരു രക്ഷയില്ലാത്ത സുഗന്ധം, ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതല്ലേ ബാക്കിയുള്ള തണ്ടും മുള്ളും എലയും ആ ഒരു പരുപരുത്ത, ഇതൊക്കെ ആ കൂട്ടത്തിലുള്ളതല്ലേ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിനെ നോക്കിക്കാണാനായിട്ട് നമുക്ക് സാധിച്ചു തുടങ്ങുകയാണെങ്കിൽ, ലൈഫ് എന്ന് പറയുന്നതിൽ ഇതെല്ലാം ചേർന്നിരിക്കുന്നു എന്ന് പറയുന്ന റിയാലിറ്റി നമ്മൾ ഇവിടെ ഇപ്പോൾ ചികിത്സയിലുള്ള സമയത്ത് ചിന്തിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം, പണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ ഈ മുള്ളും അല്ലെങ്കിൽ പരിപരിപ്പും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള വേദനകൾ അത് നമ്മളൊന്ന് നോക്കിക്കാണാനായിട്ടുള്ളൊരു ശ്രമം നടത്തുകയാണെങ്കിൽ അതിൽ അസ്വാഭാവികത ഇല്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാനെങ്കിലും പറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉള്ളിലുള്ള കുറേ ഭയങ്ങളില്ലാതാവും, കുറേ അസ്വസ്ഥതകളില്ലാതെയാവും, കുറേ പിരിമുറുക്കങ്ങളില്ലാതെയാവും, കുറേ അധികം അറപ്പുകളും വെറുപ്പുകളും കുറ്റബോധങ്ങളും എല്ലാം ഇല്ലാതാവും. ഇതുവരെ നീങ്ങിയതെല്ലാം ശരിയുടെ വഴിയിലൂടെ തന്നെയായിരുന്നു. പ്രകൃതിക്ക് തെറ്റുപറ്റില്ലല്ലോ. നമുക്ക് പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നു. പ്രകൃതിക്ക് തെറ്റുപറ്റില്ലല്ലോ. പ്രകൃതിയുടെ തീരുമാനപ്രകാരമുള്ളത് മാത്രമല്ലേ നമുക്കിവിടെ നടക്കുന്നുള്ളൂ. അപ്പോൾ കുറേ വർഷങ്ങളോളായിട്ട് മേലെന്ന് താഴോട്ട് മഴത്തുള്ളി വീഴുകയാണ്. എന്നാൽ ഇനി കുറച്ച് മുകളിലോട്ട് വീണാലോ എന്നത് നടക്കുന്നില്ലല്ലോ. പ്രകൃതിയുടെ തീരുമാനം അത് മുകളിൽ നിന്ന് താഴേക്ക് പതിക്കാവൂ എന്നത് തന്നെ നടക്കുകയുള്ളൂ. ഇതേ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോന്നും അത് ഞാൻ കാരണം പറ്റിപ്പോയി, അല്ലെങ്കിൽ അത് എൻ്റെ മണ്ടത്തരായിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന തരത്തിൽ നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തെയും ചുറ്റുള്ളവരുടെ ജീവിതത്തെയും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കാതെ, ഇങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റിലുള്ളത്, ഈ ജീവിതം ഇങ്ങനെയാണ് പ്രകൃതി ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നൊരു കണ്ണോട് കൂടിയിട്ട് നമുക്ക് നോക്കാൻ സാധിക്കുകയാണെങ്കിലോ അപ്പോൾ ലൈഫ് എത്ര മനോഹരമായിരിക്കും. ഈ പറയുന്നത് നമ്മൾ പിരിമുറുക്കമുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ പിരിമുറുക്കം കഴിഞ്ഞ് നമ്മൾ രക്ഷപ്പെട്ടു പോരുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അതിനെ മറികടന്നു എന്നല്ലേ അർത്ഥം. എന്തായാലും അതിനെ ഓവർകം ചെയ്യാനുള്ള കരുത്ത് എനിക്കുണ്ടായി. ഇനി അതിനെ മറികടന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കൂടിയ കരുത്തിലേക്കും നമ്മൾ വന്നു. കൂടിയ കരുത്തിൽ വന്നു നിന്നതിന് ശേഷം നമ്മൾ വന്ന വഴിയിലേക്കൊന്ന് നോക്കിക്കൂടെ. ആ വന്ന വഴിയിൽ നോക്കുമ്പോൾ അത് ദുഃഖം തരുന്നതാവരുത്. കാരണം ഈ നിമിഷത്തിൽ ഞാൻ പോസിറ്റീവായിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ആരോഗ്യത്തിലാണ്, ഞാൻ നല്ല സ്വബോധത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ഇതുവരെയുള്ളതിനോടെല്ലാം നന്ദി പറഞ്ഞേ മതിയാവും. നല്ലതെന്ന് നമ്മൾ വിചാരിച്ചതിനോടും മോശം എന്ന് വിചാരിച്ചതിനോടും സകലതിനോടും. കാരണം ഈ നിമിഷത്തിലേക്ക് ഇതെല്ലാം ചേർത്താണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്.